അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ലോക പ്രശസ്ത പണ്ഡിതന്മാരിൽ വളരെ ഉന്നതിയുള്ള ബഹുമാനപ്പെട്ട ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രം പറയുമ്പോൾ അവിടുത്തെ ജന്മത്തിനെ കുറിച്ചൊക്കെ ഇമാമിങ്ങൾ പറഞ്ഞു തരുമ്പോൾ ഒരു സംഭവം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് കാണാം. ബഹുമാനപ്പെട്ട ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു മഹാനവറുകൾക്കുള്ള ബാപ്പ. അദ്ദേഹം വലിയൊരു ആബിദായിരുന്നു, സൂഫി മനുഷ്യനായിരുന്നു, തഖ്വയോട് കൂടെ ജീവിച്ച ആളായിരുന്നു. അങ്ങനെ ബഹുമാനപ്പെട്ടവരുടെ ബാപ്പ അവർക്കുള്ള രണ്ട് മക്കൾ, അതായത് ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹുവിൻ്റെ മുമ്പുള്ള രണ്ട് സഹോദരങ്ങൾ, അന്നത്തെ കാലഘട്ടത്ത് മനുഷ്യന്മാരൊക്കെയും പിടികൂടിയ പ്ലേഗ് രോഗം കാരണത്താൽ രണ്ട് സഹോദരങ്ങളും മരണപ്പെട്ടു. അതായത് ഇദ്ദേഹത്തിൻ്റെ ഈ ബാപ്പയുടെ രണ്ട് മക്കളും മരണപ്പെട്ടു. നല്ല രണ്ട് മക്കൾ ആണുകുട്ടികൾ എനിക്ക് നഷ്ടപ്പെട്ടതിൻ്റെ പേരിൽ അദ്ദേഹം അല്ലാത്ത വേജാരിലായിപ്പോയി അദ്ദേഹം. കാരണം എൻ്റെ രണ്ട് മക്കളെ ഞാൻ അല്ലാഹുവിൻ്റെ വഴിയിലേക്ക് ഇൽമു പഠിപ്പിച്ച് നല്ല ആലിമ്യങ്ങളാക്കി അവരെ വളർത്തണമെന്ന് ബഹുമാനപ്പെട്ടവർ കരുതിയിരുന്നു. പക്ഷേ അല്ലാഹുവിൻ്റെ വിധിന് മുമ്പിൽ അവിടെ നിന്ന് സമ്മതിക്കേണ്ടി വന്നു. ആ രണ്ട് മക്കളും അവിടെ നിന്ന് നഷ്ടപ്പെട്ടതിൻ്റെ ബേജാറിലായിരുന്നു ബഹുമാനപ്പെട്ട ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹുവിൻ്റെ വാപ്പ. എന്നും ബേജാറിലാണ്, എന്നും വിഷമത്തിലാണ്. അങ്ങനെ ഒരു ദിവസം അവിടുത്തെ ഉസ്താദായ ഇബ്നു ഹമാഇൽ റളിയല്ലാഹുവിൻ്റെ അടുക്കൽ പോയി സങ്കടം പറയുന്നു, വല്ലാത്ത ബേജാറ് പറയുന്നു. ഉസ്താദേ, എൻ്റെ രണ്ട് മക്കൾ നഷ്ടപ്പെട്ടു, എനിക്ക് എന്തെങ്കിലും ഒന്ന് ദുആ ചെയ്തു തരണം, ഞാൻ വല്ലാത്ത ആഗ്രഹിച്ചിരുന്നു എന്ന് പറഞ്ഞപ്പോൾ അവിടെ നിന്ന് ആ ഉസ്താദ് അവിടെ നിന്ന് ദുആ ചെയ്തു കൊടുക്കുകയാണ്. അവിടെ നിന്ന് സന്തോഷം പറഞ്ഞു കൊടുക്കുകയാണ്. ബേജാറാവരുതേ, ഇനി നിങ്ങൾക്ക് ജനിക്കുന്ന മക്കൾ നിങ്ങൾ വിചാരിച്ചതിനേക്കാൾ അത്ഭുതം ഈ ലോകത്ത് സൃഷ്ടിക്കും. അങ്ങനൊരു കുഞ്ഞ് നിങ്ങൾക്ക് അല്ലാഹു നൽകുമെന്ന് കരുതിയപ്പോൾ അങ്ങനെ ഉസ്താദിൻ്റെ ആ സന്തോഷ വാർത്ത കിട്ടിയ അദ്ദേഹം വല്ലാത്ത സന്തോഷിതനായി. അങ്ങനെ അൽഹംദുലില്ലാ ആ ഉസ്താദിൻ്റെ ദുആ ബറക്കത്താൽ ബഹുമാനപ്പെട്ടവർക്ക് പിന്നീട് ജനിച്ച മകനാണ് ബഹുമാനപ്പെട്ട ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു എന്ന് ചരിത്രകാർ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് കാണാം. എന്തിനാണ് ഓർമ്മപ്പെടുത്തി ഈ സംഭവം എന്ന് പറഞ്ഞാൽ, അതേ നമ്മളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വിഷമങ്ങളോ വേജാറുകളൊക്കെ വരുമ്പോൾ ഇങ്ങനെയുള്ള മഹാന്മാരെ സന്നിധിയിൽ പോയി ഇങ്ങനെയുള്ള ആൾക്കാരെ കൊണ്ട് നാം ദ്വാരിപ്പിച്ചാൽ തീർച്ചയായും അതിൻ്റെ മഹത്വങ്ങൾ, അതിൻ്റെ ബറക്കത്ത് നമ്മുടെ ജീവിതത്തിൽ കാണുമെന്നതിൽ യാതൊരു സംശയവുമില്ല. അവർക്കൊക്കെയും അള്ളാഹു അത്തരത്തുള്ള സ്ഥാനങ്ങളും ബറക്കത്തുകളൊക്കെയും അള്ളാഹു നൽകിയിട്ടുണ്ട്. ഇവിടെയുള്ള ഏത് മഹാന്മാരുടെ ചരിത്രം എടുത്തു നോക്കിയാലും അവരുടെ മാതാപിതാക്കൾ ഇങ്ങനെയായിരുന്നു. വലിയ വലിയ ഉസ്താദുമാരും വലിയ വലിയ മശായിഖന്മാർ വലിയ വലിയ ആരിഫ്യങ്ങളുടെ അടുക്കൽ പോയി അവർ ദ്വാരിപ്പിച്ച് നമ്മളെ മക്കൾ നന്നാകണമെന്ന് കരുതി ആ രീതിയിൽ അവരെ കൊണ്ട് ദ്വാരിപ്പിച്ചതിൻ്റെ പേരിലാണ് അവർക്ക് പിന്നീടുണ്ടായിരുന്ന അവിടേക്ക് അങ്ങനെയുള്ള സംഭവങ്ങൾ നമുക്ക് വായിക്കാൻ കഴിയും. അതേ നമ്മുടെ മക്കളും നന്നാകാൻ വേണ്ടി നമ്മളും നമ്മുടെ മക്കൾക്ക് വേണ്ടി ഇങ്ങനെയുള്ള മഹാന്മാരെ, ഇങ്ങനെയുള്ള ഉസ്താദുമാർ, ഇങ്ങനെയുള്ള നല്ല മനുഷ്യന്മാരെ കൊണ്ട് ദ്വാരിപ്പിക്കണം, അവരെ ബറക്കത്തെടുപ്പിക്കണം. തീർച്ചയായും നമ്മളെ മക്കൾക്കും വലിയ സ്ഥാനമുണ്ടാകും, വലിയ ഉയർച്ച ഉണ്ടാകും. അല്ലാഹു അതിലൂടെ വലിയ ബറക്കത്ത് തീർച്ചയായിട്ടും നൽകുമെന്നുള്ള ആ ബോധം നമുക്കുണ്ടാകണം. ഇതൊന്നും ചെറിയ വിഷയമൊന്നുമല്ല, ഇത് ഗൗരവമുള്ള വിഷയമെന്ന് വളരെ ഗൗരവത്തോടു കൂടെ മനസ്സിലാക്കണം. അങ്ങനെ ആ ബാപ്പ വിചാരിച്ചതുപോലെ, ആ ബാപ്പ സന്തോഷിച്ചതുപോലെ, അവിടുത്തെ ഉസ്താദ് പറഞ്ഞു കൊടുത്തതുപോലെ പിന്നീട് ആ ബഹുമാനപ്പെട്ട അവിടത്തേക്ക് കിട്ടിയ ആ സ്വത്താണ് ബഹുമാനപ്പെട്ട ഇബ്നുൽ ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു. ബഹുമാനപ്പെട്ടവരെ കുറിച്ച് പിന്നീട് ആരോടും പറയേണ്ട ആവശ്യമില്ല. അത്രമാത്രം അത്ഭുതമാണ് ഈ ഇസ്ലാമിന് വേണ്ടി അവിടുന്ന് ചെയ്തു വെച്ചിട്ടുള്ളത്. അതേ ആ ബാപ്പാക്ക് അവിടുത്തെ സങ്കടത്ത് അവിടുത്തെ ഉസ്താദ് കൊടുത്ത ആ ദുആയുടെ ബർക്കത്താണ് പിന്നീട് കിട്ടിയിട്ടുള്ളത്. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കും എല്ലാവരും ബഹുമാനിക്കാനും എല്ലാവരുടെ ബറക്കത്തെടുക്കാനും അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.